കേരളത്തിലെ വിനോദസഞ്ചാരികൾക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാറിൻ്റെ ചില പുത്തൻ കാഴ്ചകളുമായി സീക്രട്ട് റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻഎച്ചിൻ്റെ വശത്തായി സ്ഥിതി ചെയ്യുന്ന നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലുള്ള മനോഹരമായ ചീയാപ്പാറ വെള്ളച്ചാട്ടം ജൂൺ മുതൽ ജനുവരി വരെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സീസൺ സമയം. 7 പടികളിലായിട്ട് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടവും നേരെ ഓപ്പോസിറ്റായിട്ട് മനോഹരമായിട്ടുള്ള മഞ്ഞ് വീഴുന്നുള്ള കാഴ്ചകളും നമുക്ക് കാണാം. അതിനുശേഷം ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു റിസോർട്ടിലേക്കാണ്. നമ്മുടെ വാഹനം ചെന്നെത്തുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു 1/2 കിലോമീറ്ററോളം ജീപ്പിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു ഓഫ് റോഡൊക്കെയാണ്. നമ്മുടെ ലഗേജുകളൊക്കെ കൊണ്ടുപോകാനുള്ള ആളുകൾ അവിടെ തന്നെയുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല തെറ്റലും വഴുക്കലും ഒക്കെ ഉള്ള റോഡിലൂടെ നടന്ന് അവരുടെ ഒരു ക്വാർട്ടേഴ്സിനടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഏലത്തോട്ടങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണിത്. റിസോർട്ടിലേക്കുള്ള വഴി ഇങ്ങനെയാണ്. ചുറ്റും ഏലത്തോട്ടങ്ങളാണ്. ഏലം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മറ്റ് ചെറിയ റിസോർട്ടുകളൊക്കെ അതിനോടൊപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് 2 വശങ്ങളിലായിട്ട് ചെടികളുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾ പൊക്കത്തിനേക്കാൾ വലിപ്പത്തിൽ നിൽക്കുന്ന ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഏലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ ട്രയാങ്കിൾ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ട്രയാങ്കിൾ റിസോർട്ടിൻ്റെ മുമ്പിലെ നിരവധി കാഴ്ചകൾ, അതായത് അകലെ മഞ്ഞൊക്കെ വീഴുന്ന ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കോട ഇറങ്ങുന്ന സമയമാണ്. മഞ്ഞ് വീഴുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല തണുപ്പുള്ള ഒരു ആംബിയൻസ്. ശരിക്കും വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസ് തന്നെയാണ്. കറക്റ്റ് സീസൺ സമയം അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. എപ്പോഴും ഒരു ഈർപ്പം ഉള്ളൊരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫാമിലിയായിട്ടാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം ഒരു ദിവസം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടാണ് ട്രയാങ്കിൾ റിസോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. സമയം മാറുന്നതിനനുസരിച്ച് മഞ്ഞിങ്ങനെ വീഴുന്നതൊക്കെ നമുക്ക് കാണാം. ഏലത്തോട്ടങ്ങൾ, അതായത് ശരിക്കും ഏലകൃഷി അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഏലക്കയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനിടയിലൂടെയുള്ള യാത്രയിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഇവരുടെ ഒരു സ്വിമ്മിംഗ് പൂള്, വലിയ താഴ്ചയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും ഏലച്ചെടികൾ തന്നെയാണുള്ളത്. ഒറ്റ മുറിയായി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിൾ റിസോർട്ടിൻ്റെ പ്രത്യേകത പേര് പോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലാണ്. തണുപ്പും മഞ്ഞും വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞ് മൂടുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സന്ധ്യയായി വരുന്ന സമയത്ത് മഞ്ഞ് കൂടി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ദൂരെയായിട്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഈ ചാറ്റൽ മഴയിൽ അത്യാവശ്യം ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആംബിയൻസ് ആണ്. തേയിലക്കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയാണെന്ന് കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരാണെങ്കിലും ഇന്നും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് മൂന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ 5 ഡിഗ്രി സെൽഷ്യസിനും 25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനിലയുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ കുണ്ടലവാലി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. 1924 മഹാപ്രളയത്തിൽ നശിച്ചുപോയതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഫിലോസാൻ പഴങ്ങളും റംബൂട്ടാൻ പഴങ്ങളും ഒക്കെ റോഡരികിൽ കച്ചവടക്കാർ വിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചോളവും ക്യാരറ്റും ഒക്കെ തന്നെ വിൽക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ ഒരു പേര് മൂന്നാർ എന്ന പേര് വരാനുള്ള കാരണം ഇടുക്കി ജില്ലയിലെ പ്രമുഖ ഹിൽ സ്റ്റേഷനാണിത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് 1600 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും 3 ആറുകളുടെ സ്ഥലം കൂടിയാണ്. മുതിരപ്പുഴയും നല്ല തണ്ണിയും കുണ്ടളയും ചേരുന്നതാണ് മൂന്നാർ എന്ന പേരിന്റെ കാരണം. ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി പശ്ചിമഘട്ടത്തിൽ 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. 1978 സ്ഥാപിച്ചതാണ്. ഇവിടേക്ക് കയറുന്നതിന് 200 രൂപയാണ് എൻട്രി ഫീസ്. എൻട്രി ഫീസൊക്കെ അടച്ച് ക്യാമറയ്ക്ക് നമ്മൾ എക്സ്ട്രാ ചാർജ് അടയ്ക്കണം. അതൊക്കെ അടച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇരവികുളം നാഷണൽ പാർക്കിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. മൂന്നാറിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ചുമതല കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് അവിടെ എത്തിച്ചേരും. കണ്ണൻദേവൻ കുന്നുകളുടെ ഉയർന്ന നിരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അടിത്തട്ടിൽ ഏകദേശം 2000 മീറ്റർ ഉയരമുള്ള ഭൂപ്രകൃതിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി ഇവിടെയാണ്. പോകുന്ന റൂട്ടിൽ നമുക്ക് തേയില നുള്ളുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റും. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഈ ഒരു യാത്ര നമ്മൾ മുകളിലേക്ക് പോകുന്നത്. തമിഴ്നാടിൻ്റെ ദേശീയ മൃഗമായിട്ടുള്ള വരയാടുകൾ
കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമുള്ള ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വരയാടുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. വരയാടുകൾ മാത്രമല്ല, ഗൗർ, സ്രോത്ത് കരടികൾ, നീലഗിരി ലങ്കൂർ, പുള്ളിപ്പുലികൾ, ലോകത്തിലെ ഏറ്റവും വലിയ അറ്റ്ലസ് നിശാശലഭം വരെയുണ്ട്. പോകുന്ന റൂട്ടിൽ നമുക്കൊരു വലിയ വെള്ളച്ചാട്ടം കാണാം. ശക്തമായിട്ട് വെള്ളം താഴേക്ക് പതിക്കുന്നതും അതിനുശേഷം കാടിനിടയിലൂടെ ആ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ചെറിയൊരു പാലത്തിലൂടെ കയറി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നാഷണൽ പാർക്കിൻ്റെ റൂൾസ്, പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇനി കുറച്ച് നമുക്ക് നടക്കാനാണുള്ളത്. മുകളിലേക്ക് നടക്കാം. ചെറിയ ചാറ്റമഴ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം മുകളിലേക്ക് ഒരുപാട് യാത്രക്കാരുണ്ട്, തിരിച്ച് താഴോട്ട് വരുന്നവരുമുണ്ട്. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ട് മുകളിലൂടെ സൈഡിലുള്ള ഒരു വലിയ വെള്ളച്ചാട്ടം കാണാൻ നല്ല കാറ്റുണ്ടായിരുന്നു. റെയിൻബോ വ്യൂ പോയിന്റ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി. മുള കൊണ്ടും തടി കൊണ്ടും ഒക്കെ പണിഞ്ഞിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. വൈഡ് ആംഗിളിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും. നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് രണ്ട് കൈവഴികൾ പോലെ റോഡിങ്ങനെ പോകുന്ന കാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ കലർന്ന നല്ലൊരു ആംബിയൻസ്. അവിടുന്ന് സ്ട്രിങ് വാട്ടർ കോർണറിലേക്ക് ഞങ്ങളെത്തി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന വരയാടുകളെ കാണുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ പാറയുടെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് രണ്ടാളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. തീറ്റയൊക്കെ തിന്നിട്ട് ഇങ്ങനെ തണുപ്പ് കൊണ്ട് മഞ്ഞ് കൊണ്ട് അയവിറക്കി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് തടി കൊണ്ടുള്ള ചെറിയ വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വേലിക്കുള്ളിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കുറേയധികം ആടുകളെയൊക്കെ അവിടെ കാണാം. അവരിങ്ങനെ പതിയെ തിന്ന് കൂട്ടമായിട്ടൊക്കെ ഇനി റോഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആടുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടുത്തേക്ക് വന്നിട്ട് ഇതിനെ തുടരുത് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയുന്നുണ്ട്. കാരണം ചെറിയൊരു ഇൻഫെക്ഷൻ പോലും ഒരുപക്ഷെ അവർക്ക് ദോഷമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവരെയൊന്നും തൊടാനുള്ള അനുമതി നമുക്കില്ല. വരയാടുകളുടെ പ്രസവകാലം കണക്കിലെടുത്ത് എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഇരവികുളം നാഷണൽ പാർക്ക് ക്ലോസ് ചെയ്യാറുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും സഞ്ചാരികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി കിട്ടുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് റോഡരികിലായിട്ട് തന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാം. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഒരു ഹട്ടുകൾ കയറി നിൽക്കാം. ചെറിയൊരു അമ്പലം ആ ഒരു കാട്ടിനകത്ത് തന്നെ ഉണ്ട്. ഏറ്റവും മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ ഉള്ളൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ഏറ്റവും നല്ല മഞ്ഞിറങ്ങി ഫുള്ള് കോട മൂടിയുള്ള ആംബിയൻസ് ആണ്. ശേഷം നമ്മൾ തിരിച്ച് താഴേക്ക് വരുമ്പോൾ ചെറിയൊരു കോഫിയൊക്കെ കുടിച്ച് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രദർശിപ്പിച്ചേക്കുന്ന ചെറിയൊരു മ്യൂസിയം പോലെ. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. അതിനുശേഷം നമ്മുടെ ബസ് വന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര സമയമെന്നുള്ള പരിധിയൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ ചിലവഴിക്കാം. ബസ്സുകൾ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. തിരിച്ചു പോകുന്ന സമയത്തും നല്ല മഞ്ഞും മഴയും ഉണ്ടായിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കോട ഇറങ്ങുന്ന സമയമാണ്. അങ്ങനെ കോട ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഞ്ഞും മഴയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വലിയ പാറമടകളൊക്കെ കാണാൻ പറ്റും. ആ പാറമടകളിലൂടെ അതിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് ബസ്സിൽ. നമ്മൾ തേയിലത്തോട്ടം, കണ്ണൻ ദേവൻ്റെ തേയിലത്തോട്ടം ഒക്കെ പിന്നിട്ടാണ് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നത്. മഞ്ഞും തണുപ്പും കോടയും ഒക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണെങ്കിലും 4 വീലറുകളേക്കാൾ കൂടുതൽ 2 വീലറുകളാണ് ഈ റൂട്ടിൽ ഏറ്റവും അധികം. കാരണം 6ഉം 10ഉം ബൈക്കുകളിലൊക്കെ ആയിട്ട് നിരവധി ആളുകൾ ടീമായിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. യൂക്കാലി മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള മാട്ടുപ്പെട്ടി വനത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. മാട്ടുപ്പെട്ടി വനത്തിനുള്ളിലൂടെ വേണം നമുക്ക് വട്ടവടയിലേക്കുള്ള യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പ്രദേശമാണ് ഈ ഒരു വനം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയ സമയത്താണ് റോഡ് സൈഡിൽ 1-2 വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ആളുകൾ ഇങ്ങനെ താഴേക്ക് നോക്കുന്നൊരു കാഴ്ച ഞങ്ങൾ കണ്ടു. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് കാട്ടാന.
കാരണം നമുക്കറിയാം, നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു റൂട്ടിൽ സഞ്ചരിക്കുന്നത്. മാട്ടുപ്പെട്ടി റൂട്ടിലാണ് നമ്മൾ പടയപ്പയെ കാണാറുള്ളത്. പടയപ്പ അല്ലെങ്കിലും വേറൊരു കാട്ടാനെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. കാരണം പുൽത്തകിടിയിൽ അവനിങ്ങനെ മേഞ്ഞ് നടക്കുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ കണ്ടു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവരിങ്ങനെ അവൻ്റെ സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് വൈഡ് ആംഗിൾ നമുക്ക് കാണാം. റോഡ് സൈഡിൽ കുതിരകളെയൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റും. വട്ടവടയുടെ ആംബിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതായത് മൂന്നാറിൽ നിന്നും കറക്റ്റ് ഒരു 45 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പഴനി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കാർഷിക ഗ്രാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തു. ഞങ്ങളൊരു ജീപ്പിലാണ് മുമ്പോട്ട് പോയത്. ജീപ്പിൽ മുമ്പോട്ട് പോയ സമയത്ത് ജീപ്പ് ഡ്രൈവർ ഞങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശരിക്കും ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതുപോലെ തന്നെ തട്ടുകളായിട്ടുള്ള കൃഷിരീതിയാണ്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായാട്ട് എന്ന് പറയുന്ന സിനിമ ദേ ആ കാണുന്ന ആ മലനിരകളുടെ സൈഡിലുള്ള ആ ഒരു സ്ഥലത്താണ് നായാട്ട് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത് ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉള്ള നായാട്ടും അതോടൊപ്പം തന്നെ ചാർലി സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ദേ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വെളുത്തുള്ളിയും കാബേജും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കുറേ കച്ചവടക്കാരെയൊക്കെ റോഡ് സൈഡിൽ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പാഷൻ ഫ്രൂട്ട് പഴങ്ങളും തക്കാളിയൊക്കെ തന്നെ. പാഷൻ ഫ്രൂട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത നല്ല ടേസ്റ്റുള്ള പാഷൻ ഫ്രൂട്ടൊക്കെ നമുക്കിവിടെ കിട്ടും. തക്കാളിയൊക്കെ നമുക്കിവിടെ കിട്ടും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കുറച്ച് മുകളിലേക്കൊക്കെ ആ സൈഡിലൂടെ, ആ വലത് സൈഡിലൂടെ കുറച്ച് മുകളിലേക്കൊക്കെ കയറിപ്പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വട്ടവടയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സ്ട്രോബെറി ഫാമാണ്. നിരവധി സ്ട്രോബെറി ഫാമുകൾ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു സ്ട്രോബെറി ഫാമിലേക്കാണ് ഞങ്ങൾ ചെന്നത്. ഇങ്ങനെ സ്ട്രോബെറിയൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ കെട്ടിയിട്ടാണ് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. മുമ്പോട്ട് പോകുന്ന സമയത്ത് അവിടെ അകത്തേക്ക് ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്ട്രോബെറി വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനുള്ളിൽ തന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിനകത്ത് നിന്ന് നമുക്ക് സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. 1 കിലോ സ്ട്രോബെറിയുടെ വിലയെന്ന് പറയുന്നത് 500 രൂപയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേർന്നത് കുണ്ടള ഡാമിലേക്കാണ്. ഡാമിലേക്ക് എത്താനുള്ള ദൂരം മൂന്നാറിൽ നിന്ന് 20 കിലോമീറ്ററാണ്. ടോപ്പ് സ്റ്റേഷൻ്റെ റൂട്ടിലാണ് ഈ ഒരു കുണ്ടള ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് അണക്കെട്ടാണ്. മുതിരപ്പുഴ നദിയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൻ്റെ റിസർവോയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട്. ശരിക്കും നല്ല മഴ പെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഈ യാത്രകൾ മൊത്തം നടത്തിയത്. നമ്മൾ മഞ്ഞ് മാത്രമല്ല മഴയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഞാൻ പറയും അത് തന്നെയാണ്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു സിപ്പ് ലൈൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സിപ്പ് ലൈനിലൊക്കെ കയറി അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയ സമയത്ത് റിപ്പിൾ ടീയുടെ ഒരു ഫാക്ടറിയാണ് നമ്മളവിടെ കണ്ടത്. റിപ്പിൾ ടീയുടെ ഫാക്ടറിക്കകത്ത് കയറി കഴിഞ്ഞാൽ തേയിലയുടെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളും അതോടൊപ്പം തന്നെ പല ടൈപ്പിലുള്ള തേയിലകൾ എല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പല ഫ്ലേവറിലും ഒക്കെ ഉള്ള തേയിലയൊക്കെ നമുക്കവിടെ വാങ്ങാൻ പറ്റും. ശേഷം ഞങ്ങൾ മൂന്നാറിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പാർക്കിലേക്ക് പോയി. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫാമിലിയായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ച് നേരം വന്നിരിക്കാനും തണുപ്പും മഞ്ഞും ഒക്കെ കൊള്ളാനും പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആംബിയൻസാണ്. ശരിക്കും ഒരു മൂന്നാർ യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഈ ഒരു പാർക്കിലൊക്കെ കയറുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സീക്രട്ട് ടൈൽസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.